നമസ്കാരം. വളരെയധികം പാരമ്പര്യമുള്ള അല്ലെങ്കിൽ 100 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് സിട്രോയിൻ. സിട്രോയിൻ ഇന്ത്യയിൽ 11,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പ്ലാറ്റ്ഫോം ലോക്കലൈസ് ചെയ്ത് നല്ല രീതിക്ക് ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വാഹനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ഫീച്ചറുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫീച്ചറുകൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ നല്ല രീതിക്ക് മാർക്കറ്റിലുണ്ട്. അപ്പം ഫീച്ചറുകൾ നോക്കിയിട്ട് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത്തരം കാറുകളെ അവോയ്ഡ് ചെയ്യും. അത് മാത്രമല്ല സർവീസ് സെൻ്ററുകളുടെ ഒരു ലഭ്യത വളരെ കുറവാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൾട്ടിമേറ്റായിട്ട് സിട്രോയിൻ്റെ ഒരു കുറച്ചെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് സിട്രോയിൻ ബസാൾട്ട് എന്ന് പറയുന്ന കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിലുള്ളൊരു വാഹനം. ശരിക്കും ഇതിനൊരു പ്യുവർ കൂപ്പേ എന്നൊക്കെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഒരു ബോഡി സ്ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു രീതിക്കുള്ള ഒരു ഷേപ്പാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം കാറുകളായിട്ടുള്ള ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ BMW X6, ഒക്ടാവിയ അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ ഇപ്പോൾ അഫോർഡബിൾ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ്, ബേസ് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7.99 lakhs-നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിട്രോയിൻ്റെ ബസാൾട്ട് എന്ന് പറയുന്ന കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിലുള്ള ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വാഹനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മീറ്റർ മുകളിലേക്കാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത്. അതാണ് എടുത്തു പറഞ്ഞ ഒരു കാര്യം. അപ്രോക്സിമേറ്റ്ലി 4.3 മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ C3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീൽ ബേസ് 2540 മില്ലിമീറ്ററാണ്. ഇനി C3 എയർ ക്രോസ് എന്ന് പറയുന്ന മറ്റൊരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2671 മില്ലിമീറ്ററാണ്. ഈ രണ്ട് വാഹനത്തിൻ്റെയും ഇടയിൽ നിൽക്കത്തക്ക രീതിയിലുള്ളൊരു വീൽ ബേസാണ് ബസാൾട്ടിന് കൊടുത്തിട്ടുള്ളത്. അതായത് 2655 മില്ലിമീറ്ററാണ്. അപ്പോൾ തന്നെ ഇതൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. അറൗണ്ട് ഒരു 470 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ്, ഈ അലോയ് വീൽസിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. അതായത് നമ്മൾ ഈ വീൽ ആർച്ച് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പും അതിൻ്റെ മുകളിലുള്ള ഫെൻഡർ എന്ന് പറയുന്നത് കുറച്ച് ബൾക്കായി അല്ലെങ്കിൽ ബൾജി ആയിട്ട് പുറത്തേക്ക് ഒരു മസ്കുലൻ ഫീല് നൽകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ വീൽ ആർച്ച് റൗണ്ട് തന്നെയാണ്. പക്ഷേ അതിന് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത് ഒരു SUV-യുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൊടുക്കാൻ വേണ്ടി കുറച്ച് ബൾജ് ചെയ്തു, അല്ലെങ്കിൽ ഫെൻഡർ കുറച്ചും കൂടെ തള്ളി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. ഈ ബമ്പറൊക്കെ ആസച്ച് നമ്മുടെ എയർ ക്രോസിൽ കണ്ടത് തന്നെയാണ്. കുറച്ച് മൈനർ ട്യൂബ്സ് ചേഞ്ചുകൾ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിട്രോയിൻ്റെ വാഹനങ്ങളുടെ കോസ്റ്റ് കട്ടിങ്ങിനകത്ത് ഇപ്പോൾ നമുക്ക് C3 എന്ന് പറയുന്ന വാഹനത്തിൽ ഹാലജൻ ഹെഡ് ലാമ്പ് കൊടുത്താൽ അത് നമുക്ക് സമ്മതിക്കാം. C3 എയർ ക്രോസ് എന്ന് പറയുന്ന ക്രെറ്റേനൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി വന്ന വാഹനമാണ്. അതിൽ ഹാലജൻ ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബേസ് വേരിയൻറ്റിലൊക്കെ ആ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകൾ വരും. പക്ഷേ ഇവിടെ ബസാൾട്ടിൻ്റെ കേസിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള LED ഹെഡ് ലാമ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫോഗ് ലാംപ്സും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബമ്പറിൻ്റെ താഴെയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് അതിനൊരു ഭംഗി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കാണ്. തീർച്ചയായിട്ടും C-പില്ലറിൻ്റെ അവിടെ നിന്ന് സ്ലോപ്പ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഡിസൈൻ വളരെ വളരെ മികച്ചതാണ്. അത് മാത്രമല്ല ആ C-പില്ലർ കഴിഞ്ഞ് ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അവിടെ കാണുന്ന ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട്. അതും വളരെ നന്നായിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും ഇവർക്ക് ഈ ഫ്ലാപ്പ് കൈൻഡ് ഓഫ് ഡോർ ഹാൻഡിൽസ് ആണ് ഇവർ കൊടുക്കുന്നത്. അതൊന്നും മാറ്റാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ റിക്വസ്റ്റ് സെൻസറോ അല്ലെങ്കിൽ കീലെസ് എൻട്രിയുടെ ഫീച്ചറോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ തന്നെ പുറത്ത് വയ്ക്കുന്ന പല മോഡൽസിനും ഇത്തരം ഫ്ലാപ്പ് കൈൻഡ് ഓഫ് ഡോർ ഹാൻഡിൽസ് അല്ല കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ വരുന്ന നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ C3 ആണെന്നുണ്ടെങ്കിലും C3 ആണെന്നുണ്ടെങ്കിലും C3 എയർ ക്രോസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്ന ബസാൾട്ട് ആണെങ്കിലും അതിലെല്ലാം ഒരു ഫ്ലാപ്പ് കൈൻഡ് ഓഫ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ C എന്ന് പറയുന്ന അക്ഷരത്തിനോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം അതിനോട് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ടെയിൽ ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ മോശം എന്ന് പറയാൻ കഴിയില്ല. വണ്ടി അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നല്ല ലെഗ് റൂമുണ്ട്. സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. വളരെ മികച്ച ഒരു സസ്പെൻഷനാണ്. ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് വരെ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ത് സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് ചെറുതായിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമെന്ന് പറയുന്നത് നല്ല എയറി ആയിട്ടുള്ളൊരു ക്യാബിനാണ്. അത് മാത്രമല്ല ഹെഡ് റെസ്റ്റുകളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. അത് വളരെ ഭംഗിയുള്ളൊരു ഡിസൈനിലാണ്. ഒരു സെമി റാപ്പ് ഓവർ കൈൻഡ് ഓഫ് ഹെഡ് റെസ്റ്റുകളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും പഴയ ആ ഒരു എന്താ പറയുന്നത്
ആ, ദാരിദ്ര്യമൊന്നും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. കുറച്ചൊക്കെ ഒരു അപ്പ് മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ആ എ സി വെൻറ്റിൻ്റെ ഡിസൈൻ ലാംഗ്വേജും അതിൻ്റെ ഫിനിഷൊന്നും അത്രമേൽ ഒന്ന് ഒരു അപ്പ് മാർക്കറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാൽ പോലും 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് റൈഡിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ കംഫർട്ടബിളാണ്. കാരണം നിങ്ങൾക്കൊരു സീംലെസ് ആയിട്ട് ഒരു മാജിക് കാർപ്പറ്റിലിരുന്ന് പോകുന്ന ഫീലുള്ളൊരു വാഹനം വേണമോ, ഇതാണ് ആ വാഹനം. ഇതാണ് ആ വാഹനം എന്ന് ചോദിച്ചാൽ സിട്രോയിൻ്റെ മിക്കവാറും എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം അവരുടെ സസ്പെൻഷൻ അത്രമേൽ മികച്ചതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുമുണ്ട്. അത് മാത്രമല്ല 1.2 3 സിലിണ്ടർ പ്യുർടെക് എന്ന് വിളിക്കുന്ന ടർബോ പെട്രോൾ ഉണ്ട്. അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110 PS പവറും 190 Nm ടോർക്കാണ് മാനുവൽ ട്രാൻസ്മിഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത് 205 Nm ടോർക്കാണ്. നമ്മൾ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ സിബ്ലിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ്. സെയിം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ C3 അല്ലെങ്കിൽ C³ ആർക്കിടെക്ചറിൽ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനെ അങ്ങനെയാണ് വിളിക്കുന്നത്, C³ ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ CMF ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന C3 എയർക്രോസ് എന്ന് പറയുന്ന വാഹനത്തിന് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നോയ്സി ആയിട്ടുള്ളൊരു എഞ്ചിൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും അത്യാവശ്യം റിഫൈൻഡ് ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിട്രോയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ വാഹനം ഇറക്കും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ ആളുകൾ ഓട്ടോമാറ്റിക്കിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും. പക്ഷേ വാഹനം ഇറക്കി അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഓളം എല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഓട്ടോമാറ്റിക് ഇറക്കും. ഇതൊരാൾ പോലും അറിയത്ത് പോലുമില്ല. അതാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കൂടെ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം എൽസിൻ സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 6 സ്പീഡാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു ക്യാമറാട്രിയാണ് എഞ്ചിനുമായിട്ട് ഈ ഒരു ട്രാൻസ്മിഷനുള്ളത്. ഇപ്പോൾ ഈ ബേസ് മോഡലിൽ ഒരു പ്രൈസ് ചെയ്തിട്ടുള്ളത് 7.99 lakhs ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ക്യാബിൻ സ്പേസ് ഉള്ളൊരു വാഹനം, അല്ലെങ്കിൽ ഒരു വലിയ വാഹനം, 4 മീറ്ററിന് മുകളിലേക്കുള്ളൊരു വാഹനം, അത്തരത്തിലൊരു വാഹനം വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. കാരണം ഇനി ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് വേർഷനും കമ്പനി ലോഞ്ച് ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ പോരായ്മ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ C3 നോക്കുകയാണെങ്കിലും അതിൻ്റെ C3 എന്ന് പറയുന്ന ഇലക്ട്രിക് വേർഷൻ നോക്കുകയാണെങ്കിൽ അതിനൊരു ആക്റ്റീവ് കൂളിംഗ് സിസ്റ്റം ഇല്ല എന്നുള്ളത് മാത്രമാണ് എടുത്തു വരേണ്ട ഒരു കാര്യം. അല്ലാതെ ഈ വാഹനത്തിന് അത്രമേലൊരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഇവരുടെ വാഹനങ്ങൾക്കൊരു പ്രശ്നം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കോസ്റ്റ് കട്ടിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നമ്മളെപ്പോഴും ഇവരുടെ വാഹനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പം ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 7 ഇഞ്ചിൻ്റെ TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. AC വെൻറ്റിൻ്റെ ഡിസൈനൊക്കെ കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. സീറ്റിൻ്റെ എടുത്തു പറയേണ്ട കാര്യം സീറ്റിൻ്റെ കംഫർട്ടാണ്. അതായത് സീറ്റിൻ്റെ കംഫർട്ടും അതുപോലെ തന്നെ ആംഗിളും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള തൈ സപ്പോർട്ടും ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി സർവീസ് സെൻറ്ററുകൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക എന്ന സെൻസ് കൂടുതൽ സർവീസ് സെൻറ്ററുകൾ വരണം. എങ്കിലാണ് ഒരു വാഹനം വാങ്ങിക്കുക എന്നതിനുപരി അതിന് നല്ല സർവീസ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതൊരു നല്ല വിജയമായി മാറട്ടെ. അതോടുകൂടി തന്നെ സിട്രോയിൻ കുറച്ച് നല്ല വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.